ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ചില സാധനങ്ങൾ തിരയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പഴയ നിധിപ്പെട്ടി കിട്ടി. ഇത് പണ്ട് ചിപ്സിൻ്റെ കൂടെയും ചുവങ്ങത്തിൻ്റെ കൂടെയും ഒക്കെ ഫ്രീ ആയി കിട്ടിയിരുന്ന ചില ഐറ്റംസ് ആയിരുന്നു. പക്ഷേ ഇതല്ല കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഐറ്റം. ഇതെന്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇതറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വർഷം 2002. ആ കൊല്ലം ഏപ്രിൽ 1 ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള താജ് ടെലിവിഷൻ കമ്പനി 10 സ്പോർട്സ് എന്നൊരു ചാനൽ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അന്നത്തെ ഫുട്ബോൾ വേൾഡ് കപ്പ് സംരക്ഷണാവകാശം കിട്ടിയ ചാനൽ എന്ന നിലയിൽ 10 സ്പോർട്സ് പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ ജൂണിൽ കപ്പ് നമ്മുടെ ബ്രസീൽ പൊക്കി വേൾഡ് കപ്പ് അവസാനിച്ചു. വേൾഡ് കപ്പ് കഴിഞ്ഞെങ്കിലും മറ്റൊരു പരിപാടി അന്നത്തെ യുവാക്കളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ആ പരിപാടിയായിരുന്നു വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് അഥവാ WWE. WWF എല്ലാം നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടെങ്കിലും 10 സ്പോർട്സ് വന്നതിന് ശേഷമായിരിക്കും നമ്മളിതൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവുക. ഈ പരിപാടിയുടെ കുട്ടികൾക്കിടയിലുള്ള പ്രചാരം കണ്ടിട്ടാവണം ചുവിംഗം ബ്രാൻഡായ ബിഗ് ബബിൾ WWE പ്ലെയേഴ്സിൻ്റെ പടമുള്ള ടാറ്റു സ്റ്റിക്കറുകൾ ഇറക്കുന്നത്. അത് ഗംഭീര ഹിറ്റായി എന്ന് വേണം പറയാൻ. അന്നൊക്കെ ഞങ്ങളുടെ സ്കൂൾ വണ്ടികളിലും ക്ലാസ് മുറികളിലും ഇതൊക്കെ തന്നെയായിരുന്നു ചർച്ച. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 ബിഗ് ബബിൾ വാങ്ങുമ്പോഴായിരുന്നു ഒരു സ്റ്റിക്കർ ഫ്രീ. ഞങ്ങളുടെ പോക്കറ്റ് മണി എല്ലാം എടുത്തു വെച്ചിട്ട് 1-2 രൂപയൊക്കെ ആകുമ്പോൾ പറഞ്ഞ് ബിഗ് ബബിൾ വാങ്ങാൻ തുടങ്ങി. ആ സ്റ്റിക്കറുകൾ കളക്ട് ചെയ്യുന്നത് വെറും ഒരു ശീലമായിരുന്നില്ല, അതൊരു പ്രാന്ത് തന്നെയായിരുന്നു. അങ്ങനെ ആ പ്രാന്തന്മാരിൽ ഒരാളായിരുന്നു ഞാൻ. പിന്നെ സ്കൂളിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ സ്റ്റോക്ക് വരുമ്പോഴേക്കും നല്ല നല്ല പ്ലേയേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ പിന്നെ ചില റെയർ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടാൻ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. ഉള്ളവൻ്റെ അടുത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്റ്റിക്കർ ആയിരിക്കില്ല ചോദിക്കുക, ചെറിയ കാറ്, ചോക്ലേറ്റുകൾ, എന്തിന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ വറുത്തത് വരെ കൊടുത്തിട്ട് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതും നല്ല പ്ലെയറെ കിട്ടാൻ വേണ്ടി 2-3 സ്റ്റിക്കേഴ്സ് പകരം കൊടുക്കാറുണ്ട്. അന്ന് എൻ്റെ കളക്ഷനിൽ ഏറ്റവും ഫേവറേറ്റ് ആയുള്ള സ്റ്റിക്കറായിരുന്നു കേട്ടോ ഇത്. അതെ, അന്ന് ഞാനൊരു അണ്ടർടേക്കർ ഫാനായിരുന്നു. അന്ന് പുള്ളിയുടെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ബാഡാസ് ക്യാരക്ടറിലായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ആ മോഡിഫൈഡ് ആയിട്ടുള്ള ചോപ്പർ ബൈക്കിലുള്ള എൻട്രി, രോമാഞ്ചം. അന്നൊക്കെ അവിടുത്തെ ഫൈറ്റും ആ സ്റ്റോറി ലൈനൊക്കെ ഒറിജിനലാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇത് വേറൊരു കളക്ഷനല്ല, എൻ്റെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. എന്നെപ്പോലെ തന്നെ പല 90s കിഡ്സിൻ്റെയും ഓർമ്മയുടെ ഭാഗം തന്നെയായിരിക്കും. ഇതുപോലെ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.